ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടാന്? തോരൻ നോക്കി, തോരൻ എങ്ങനെ ഉണ്ടെന്നോ? എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? നമ്മൾ പാചകമൊക്കെ തുടങ്ങുന്നതിന് മുന്നേയും അത് കഴിഞ്ഞിട്ടുള്ള കിച്ചണൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് എഞ്ചു ആണെങ്കിൽ ചെയ്തൊരാട്ടാണ്. ഉപ്പ് കൊണ്ട് അവൾ ചെയ്തതാണ് കേട്ടോ. ഇത് ഫുള്ള് ഉപ്പിലാണ് ചെയ്തേക്കുന്നത്. ഉപ്പിൽ ചെയ്തിട്ട് അതിൻ്റെ പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതാണെങ്കിൽ ഉണങ്ങാൻ വേണ്ടിയൊക്കെ പുറത്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ ഞാനതെടുത്ത് ഇങ്ങനെ എടുത്ത് അവിടെ ടേബിളിൽ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നാണെങ്കിൽ ഒരു തോരൻ റെഡിയാക്കണം. അതിന് വേണ്ടി ഇവിടെ ലെറ്റ്യൂസ് ആണെങ്കിൽ എൻ്റെ വളർന്നിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഓൾറെഡി ഇനിയിപ്പം നിന്ന് കഴിഞ്ഞാൽ ഇത് അഴുക്കായി പോവും. അതാണെങ്കിൽ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ചില ഇലകളൊക്കെ ആണെങ്കിൽ കേടാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ മുറിച്ചെടുത്തില്ല, കുറച്ചാണെങ്കിൽ അവിടെ നിർത്തിയിരുന്നു. ചിലപ്പോൾ അതിൽ നിന്ന് പൊട്ടിക്കിളിച്ച് വീണ്ടും വരുമായിരിക്കും. എന്തായാലും അവിടെ ഞാനത് ഒരു പൊട്ടിക്കിളിക്കാൻ പരുവത്തിന് നിർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ട് ഉണ്ടായിരുന്നു. കാരണം ഇനി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബാക്കിയുള്ള ഇലകളൊക്കെ ആണെങ്കിൽ അത് അഴുക്കായി പോകും. അത് കാരണം കൊണ്ട് അത് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുറിച്ചെടുത്ത് നമുക്ക് സലാഡിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ബർഗറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കുന്ന സമയത്ത് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇന്നിവിടെ തോരനാണ് വെക്കുന്നത്. അപ്പോൾ ബാക്കി ഉണങ്ങി നിന്ന ഇലയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഞാനൊന്ന് മുറിച്ച് അങ്ങനെ തന്നെ ആ ഒരു ചട്ടിയിൽ തന്നെ ഇടുന്നുണ്ട്. കാരണം അത് ഉണങ്ങി വളമായി പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത്യാവശ്യത്തിന് നമുക്ക് ഒരു നേരത്തേനുള്ള തോരനുള്ള വകകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറുള്ളി നട്ടിട്ടുണ്ടായിരുന്നു. അതും നട്ടതെല്ലാം നന്നായിട്ട് തന്നെ കിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനാണെങ്കിൽ അതിൻ്റെ തണ്ടാണെങ്കിൽ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ കൂട്ടിയാണ് തോരൻ വെച്ചത്. ഇത്ര ഉള്ളിത്തണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേന് നല്ലൊരു തോരനുള്ളതുണ്ട്. അങ്ങനെ ഉള്ളിത്തണ്ടും അതുപോലെ തന്നെ ലെറ്റ്യൂസും കിട്ടിയിട്ടുണ്ട്. ഇതാണെങ്കിൽ ഇനി നിർത്തിക്കഴിഞ്ഞത് കണ്ടോ, ഇതാണെങ്കിൽ അഴുക്കാകാൻ തുടങ്ങി. ഇനി നിർത്തിക്കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കയ്യോടങ്ങ് മുറിച്ചത്. ഉള്ളിത്തണ്ടാണെങ്കിൽ ഇത് ചെറുള്ളി ഉണ്ടല്ലോ അതിൻ്റെ ആണേ. അപ്പോൾ ആണെങ്കിൽ സവാള നടുവായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല കുറച്ചുകൂടെ കരുത്തായിട്ട് കിട്ടിയേനെ. പക്ഷേ ഇത് കണ്ടു, ഇത് ചെറിയ ഇതാണ്. ഇതും ഇതുപോലെ തന്നെ അഴുക്കാകാൻ പോകാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഓർക്കുക ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഒരു തോരൻ അങ്ങ് വെക്കാമെന്ന് ഓർക്കുക. ആദ്യം തന്നെ നമുക്ക് തോരൻ ആവശ്യത്തിനുള്ള തേങ്ങ ആണെങ്കിൽ തിരുമിയെടുക്കാം. ഇവിടെ ഞങ്ങളാണെങ്കിൽ തിരുമി തേങ്ങയല്ല മേടിക്കുന്നത്, ചിരവയുണ്ട്. അത് കാരണം കൊണ്ട് ഒരു ഫുൾ തേങ്ങ മേടിച്ചിട്ട് പിന്നെ അത് ആവശ്യാനുസരണം നമ്മൾ ചിരകിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തേങ്ങ അധികം ഒത്തിരി വേണ്ട ഈ ഒരു തോരന്. പക്ഷെ ഞാനാണെങ്കിൽ മുറിച്ച് വെച്ചിരുന്ന എടുത്ത തേങ്ങ അത് ഫുള്ള് ഞാൻ ചിരകി വെച്ചു. കാരണം വീണ്ടും ആണെങ്കിൽ ഇത് തിരുമാനാണെങ്കിൽ വീണ്ടും ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് വീണ്ടും തിരുമുവാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ല രീതി കിട്ടത്തില്ല. അപ്പം ഒന്നിച്ചൊന്ന് തിരുമുവാണെങ്കിൽ ബാക്കി എടുത്ത് നമുക്ക് മാറ്റി വെച്ചാൽ മതിയല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കറികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. എല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഈ ഒരു ലെറ്റ്യൂസ് ഇലയ്ക്കും അതുപോലെ തന്നെ ഉള്ളിത്തണ്ടും ഒപ്പം തന്നെ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് അരിയുന്നതിനെക്കാട്ടും ഇഷ്ടം ഇങ്ങനെ അരിയുന്നതിനോട് താല്പര്യം. പക്ഷെ ഭയങ്കര സങ്കടകരമായ ഒരു കാര്യം, എൻ്റെ ഈ ഒരു പിച്ചാത്തി ആണെങ്കിൽ പൊടിഞ്ഞു പോയി. അത് കാരണം കൊണ്ട് ഭയങ്കര വിഷമാണ്. വേറെ പിച്ചാത്തി ഉണ്ട്, എന്നാലും ഇതിൻ്റെ അത്രയും പോരായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര സങ്കടമാണ് കേട്ടോ. ചീരയൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ചോപ്പറിലൊന്നും വെച്ച് ഇങ്ങനെ അടിച്ചൊന്നും എടുക്കരുത് കേട്ടോ. ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റും. അപ്പോൾ ചോപ്പറിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേന് അതിനൊരു വേറൊരു അതൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിലും അതായിരിക്കും നല്ലത്. ഈ ഒരു ഉള്ളിത്തണ്ടൊക്കെ ഇട്ട് തോരനാണെങ്കിൽ നല്ലതായിട്ടോ. ഉള്ളിത്തണ്ട് തന്നെ ഇട്ടിട്ട് തോരൻ വെക്കും, അത് നല്ല ടേസ്റ്റാണ്. അതുപോലെ സവാള എടുത്തിട്ട് അതും ഇതുപോലെ അരിഞ്ഞെടുത്തു. പിന്നെ
പച്ചമുളകാണെങ്കിൽ മക്കൾക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ തോരൻ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് പച്ചമുളക് ഞാൻ നടുകെ ഒന്ന് കീറി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടെങ്കിലാണെങ്കിൽ എടുത്ത് മാറ്റാമല്ലോ. നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടുവാണെങ്കിൽ അവർ നല്ല ആസ്വദിച്ച് കഴിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പം മുളക് കടിക്കുന്നത്. പിന്നെ എരി കാരണം കൊണ്ട് അവരിത് കഴിക്കാതെ വരും. അപ്പോൾ അതിലും നല്ലത് കഴിക്കുവാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് ഞാനിങ്ങനെ നടുകെ കീറിയാണ് ഇടുന്നത്. അപ്പം ഒരു 1.5 മുറി സവാളയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങ ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ടേച്ചാൽ, ഒരുപാട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ബാക്കിയുള്ള ഈ ഒരു തോരൻ്റെ ആണെങ്കിൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും. അത് കാരണം കൊണ്ട് അധികം ഇടണ്ട കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ തോരനാണെങ്കിൽ റെഡിയാക്കി എടുക്കുന്നത്. പാനൊക്കെ വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരട്ടെ. ഈ ഒരു കുപ്പി നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. എണ്ണ നമുക്ക് അധികം അങ്ങോട്ടാണെങ്കിൽ വീഴത്തില്ല. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഓർക്കും നമുക്ക് കൂടുതൽ എണ്ണ വേണ്ട സമയങ്ങളിൽ ഈ ഒരു കുപ്പി ആണെങ്കിൽ ഇങ്ങനെ പയ്യെ വെച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് മൂടിയൊക്കെ തുറന്ന് എണ്ണ ഒഴിക്കേണ്ടി വരും. ആ ഒരു ഇത് മാത്രമേ തോന്നിയിട്ടുള്ളൂ. പക്ഷെ നല്ലതാണ് കേട്ടോ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ഈ തോരനെല്ലാം കൂടെ ആണെങ്കിൽ ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം കൂടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം വന്നിട്ട് ഇളക്കി എടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം. കാരണം ഈ മഞ്ഞപ്പൊടി ഇട്ടത് ഉപ്പിട്ടത് എല്ലാം ആണെങ്കിൽ ഇവിടെ ഒന്ന് യോജിച്ച് വന്നു കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കാണെങ്കിൽ അതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. നന്നായിട്ടാണെങ്കിൽ ഒന്ന് വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇതാണെങ്കിൽ അധികം ഇലവർഗ്ഗങ്ങളൊന്നും അധികം ഒന്നും ആണെങ്കിൽ താമസമില്ലല്ലോ നമുക്ക് വെന്ത് കിട്ടാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു വെള്ളമയമൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂടി തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. തോരനൊക്കെ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ആദ്യം ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് തുറന്ന് വെച്ച് അതിൻ്റെ മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കാണെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കണം. അതാണ് അന്നേരം അതിൻ്റെ വെള്ളമയമൊക്കെ പറ്റി നന്നായിട്ടാണെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. ഉപ്പും കാര്യങ്ങളെല്ലാം ആണെങ്കിൽ കറക്റ്റിനായിരുന്നു. എരിവും ഒക്കെ ആണെങ്കിൽ പരുവത്തിനുള്ളതായിരുന്നു. ഈ ഒരു പച്ചമുളക് മാത്രമാണ് എരിവിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പാവയ്ക്കയാണെങ്കിൽ ഇരിപ്പുണ്ടായിരുന്നു. പാവയ്ക്ക ഞാനാണെങ്കിൽ അതൊന്ന് മെഴുക്ക് വരട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പാവയ്ക്കകത്താണെങ്കിൽ അധികം ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പച്ചമുളകും അതുപോലെ തന്നെ ഉപ്പും മാത്രമാണ് ഇട്ടിട്ട് പാവയ്ക്ക റെഡിയാക്കി എടുത്തിട്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കനിലാണെങ്കിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് മസാല എല്ലാം കൂടി ഇളക്കി നമ്മളാണെങ്കിൽ ഒരു അരമണിക്കൂർ നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ആദ്യമാണെങ്കിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ചിക്കൻ വെച്ചിരുന്നത്. ചിക്കന് ഏവലിനൊക്കെ ആണെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ള കൂട്ടാനെല്ലാം ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് നല്ല സന്തോഷമായിരുന്നു. സാധാരണ പച്ചക്കറികളൊക്കെ ഉള്ള സമയത്ത് നോൺ വെജ് അധികം ഞാൻ വെക്കാറ് പതിവില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അവരത് കഴിക്കാൻ മടിക്കും. അത് കാരണം കൊണ്ട് നോൺ വെജ് റെഡിയാക്കാറില്ല. അപ്പം നോൺ വെജ് റെഡിയാക്കുന്ന സമയത്ത് അധികം പച്ചക്കറികളാണെങ്കിൽ റെഡിയാക്കിയാലും അത് അവിടെ ഇരുന്ന് തട്ടി ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഇത് ഇലവർഗ്ഗങ്ങളായതുകൊണ്ട് ഇപ്പോൾ ചീര അങ്ങനത്തെയൊക്കെ ബീൻസ് തോരൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ കഴിച്ചോളൂ. അതുപോലെ തന്നെ ചെറുപയർ വൻപയർ തോരനൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് കഴിക്കാൻ. കറിയാണെങ്കിലും എഞ്ചൂരിന് പരിപ്പ് കറിയൊക്കെ നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കഴിച്ചോളും. അപ്പോൾ ഇന്നാണെങ്കിൽ ഈ ഒരു തോരനല്ലേ, അപ്പോൾ അത് അവർക്ക് ഇഷ്ടമാണ്, അത് കഴിക്കുമെന്നുള്ള ഉറപ്പിലാണ് അപ്പം ഞാൻ ഇതോടാണെങ്കിൽ റെഡിയാക്കിയെടുത്തത്. ഒന്നിലധികം കൂട്ടാനൊക്കെ റെഡിയാക്കുന്നത് നമുക്ക് അവധിയുള്ള ദിവസങ്ങളിലും ലീവ് കിട്ടുന്ന സമയത്തൊക്കെയാണ് ഒന്നിലധികം കൂട്ടാനുകളൊക്കെ റെഡിയാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മീൻകറി ഉണ്ടെങ്കിൽ അതുകൊണ്ട് പോകും, ഒരു ചിക്കൻ കറി ഉണ്ടെങ്കിൽ അതുകൊണ്ട് പോകും, ഏതെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ ഒരു കറി ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. ഒരുപാട് കൂട്ടാനും കറികളും ഒന്നും റെഡിയാക്കാൻ നമുക്ക് ടൈം കിട്ടാറുമില്ല, അങ്ങനെ റെഡിയാക്കാൻ നിൽക്കത്തുമില്ല. ലീവുള്ള സമയത്തും ഓഫുള്ള സമയത്തും ഒക്കെയാണ് ഇങ്ങനെ ഒന്നിലധികം കൂട്ടാനൊക്കെ വെച്ച് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെ പറ്റുന്നത്. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനും പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്.
ചിക്കൻ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ഇടയ്ക്കാണെങ്കിൽ ഒന്ന് ഇളക്കി നോക്കണം, കാരണം കരിഞ്ഞു പോകരുത്. ഒരുപാട് താമസം ഇത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആണെങ്കിൽ അടുക്കി പിടിക്കും. അത് കാരണം കൊണ്ട് ഒന്ന് ഇടയ്ക്കാണെങ്കിൽ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാൻ മറന്നുപോലെ കേട്ടോ. ചിക്കൻ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടുമല്ലോ, അധികം താമസം വേണ്ട. ചിക്കൻ കറിക്കാണെങ്കിലും ചിക്കൻ വറുപ്പൊക്കെ ആണെങ്കിലും ഒരുപാട് താമസമൊന്നും വേണ്ട. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കനൊക്കെ വറുത്തെടുക്കാൻ, കാരണം നമ്മളിത് വേവിച്ചിട്ടൊന്നും അല്ലല്ലോ വറുത്തെടുക്കുന്നത്. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടില്ലെങ്കിൽ പുറഭാഗം മാത്രമാണെങ്കിൽ ഒന്ന് ഇത് മൂത്ത് കിട്ടും, പിന്നെ ഉള്ളൊന്നും ആണെങ്കിൽ അധികം ഒന്ന് വെന്ത് കിട്ടത്തില്ല. അപ്പം അത് കാരണം കൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മളുടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ആണെങ്കിൽ ടേബിളിൽ റെഡിയാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് അവരെല്ലാം വിളിച്ചിട്ട് ഫുഡ് കൊടുക്കാം. എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണല്ലോ. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇവിടെ ഞാൻ പറയാറുണ്ട്, ചോറുണ്ണുന്ന സമയത്ത് സംസാരിക്കരുത്, കാരണം ചിലപ്പോൾ ആണെങ്കിൽ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വെറുതെ കയറുകയൊക്കെ ചെയ്യത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചോറ് കൊണ്ട് കഴിയുമ്പോഴത്തേനും എല്ലാവരും കൂടി ഇരുന്ന് കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഉച്ചയൂണ് റെഡിയായി. ഉച്ചയൂണിനാണെങ്കിൽ ചിക്കൻ വറുത്തതും ലെറ്റ്യൂസും അതുപോലെ തന്നെ ഉള്ളിത്തട്ട് കൊണ്ടുള്ള തോരനും മോരുകറിയും പിന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടിയും അച്ചാറും ഉണ്ടായിരുന്നു. മോരുകറിയുടെ വീഡിയോ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ചിലപ്പം ഇതിന് മുന്നേ ആയിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും, കാണാൻ മറക്കല്ലേ. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടാന്? എന്നാലും തോരൻ എങ്ങനെയുണ്ട്? തോരൻ നമ്മുടെ വീട്ടിലുണ്ടായ ലിറ്റേഴ്സ് കൊണ്ടുണ്ടായി. കാണിച്ച് തോരൻ നമുക്ക് കഴിച്ചു. ആണോ? കഴിച്ചില്ല ഇതുവരെ. അപ്പൊ ചിക്കനും ചൂടായിരുന്നല്ലോ, അത് കഴിച്ചല്ലോ. ആ തോരൻ നോക്കി, തോരൻ എങ്ങനെ ഉണ്ടെന്നോ? തോരൻ നോക്കിക്കേ. തോരൻ നോക്കാതെ ഞാൻ ഓൾറെഡി 2-3 വട്ടം കഴിച്ചു. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടു? ഫുള്ള് ഞാൻ മുറിച്ചിട്ടില്ല. എന്താ മോര് ഇങ്ങനെ എടുക്കുക, ചിരി മോര് എടുക്കുക, അച്ചാറ്, ചെറിയ പീസ് ചിക്കൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.